ഇന്നത്തെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുൾജാർ സോഡയാണിത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായപ്പോൾ ഒരു വീഡിയോ എനിക്കും ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുൾജാർ സോഡ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പുതിനയിലയും ഒരു പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്താൽ മാത്രം മതി, അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണ്ടത് ഇഞ്ചി നീരാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അരിച്ചെടുത്തതാണിത്. ഇനി വേണ്ടത് നമുക്ക് നാരങ്ങാ നീരാണ്. ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ബേസിൽ സീഡ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണിത്. പിന്നെ വേണ്ടത് തണുത്ത സോഡയാണ്. സോഡ നല്ല തണുത്ത തന്നെ എടുക്കണം. ഇനി നമുക്ക് സോഡ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗ്ലാസ്സും അതുപോലെ നമ്മുടെ ഈ ഒരു മിക്സ് ഈ സോഡയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സുമാണ് വേണ്ടത്. നമ്മൾ ഈ ചെറിയ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് വലിയ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗ്ലാസ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സോഡ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിയിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സോഡ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ അരച്ച് വെച്ച പുതിനയും പച്ചമുളകിൻ്റെയും ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അരിച്ചു വെച്ച ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ്. ഈ ഒരു കസ്കസും ഷുഗർ സിറപ്പിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ സോഡ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരില്ല. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സോഡ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പുതിനയും ഷുഗർ സിറപ്പെല്ലാം ചേർത്ത ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടുന്ന പാടന്നെ ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് മറിയും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതുപോലെ ഈ ഒരു പതയോടുകൂടി കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ചെറിയൊരു എരിവും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സോഡയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സോഡ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.